أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഅലയുടെ 13 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم لا يموت فيها ولا يحيا. ثم പിന്നെ, ലാ യമൂത്ത് ഫിഹ അതിൽ അവൻ മരിക്കുകയില്ല, വലാ യഹ്യ ജീവിക്കുകയും ഇല്ല. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ തസക്ക ആരാണോ പരിശുദ്ധി ആർജിച്ചത് അവർ. വദകറ സ്മ റബ്ബിഹി ഫസ്വല്ലാ. വദകറ സ്മ റബ്ബിഹി തൻ്റെ നാഥൻ്റെ നാമം ഓർത്തയാൾ. ഫസ്വല്ല എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തയാൾ. അവരാണ് വിജയിച്ചിട്ടുള്ളത്. ബൽ തൂസിറൂനൽ ഹയാത്ത ദുനിയ. ബൽ എന്നാൽ തൂസിറൂന നിങ്ങൾ മുൻതൂക്കം നൽകുന്നു. അൽ ഹയാത്ത ദുനിയ ഈ ലോക ഇഹലോക ജീവിതത്തിന്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. വൽ ആഖിറത്തു എന്നാൽ പരലോകമാണ്. ഖൈറുൻ ഏറ്റവും നല്ലത്. വ അബ്ഖാ എന്നെന്നും നിലനിൽക്കുന്നതും അതുതന്നെയാണ്. ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊല. ഇന്ന ഹാദാ തീർച്ചയായും ഇത് ലഫി സുഹഫിൽ ഊല പൂർവകാല ഏടുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. സുഹഫ് ഇബ്രാഹിമ വ മൂസ. സുഹഫ് ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകളിലും വ മൂസ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും സ്വർഗത്തെ സംബന്ധിച്ചുള്ള ഉത്ബോധനത്തിലേക്കുമൊക്കെ ക്ഷണിക്കപ്പെട്ടാൽ പരമനിർഭാഗ്യവാന്മാരായ ആളുകൾ അതിൽ നിന്ന് അവഗണിച്ച് മാറിക്കളയുമെന്നും അവർ വലിയ നരകത്തിൽ കത്തിക്കരിയുമെന്നും മുൻ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സുമ്മലായമൂത്ത് ഫീഹാ വലാ യഹ്യാ. ആ വലിയ നരകം എന്ന് പറയുന്നത് അതിൽ ജീവിതവുമില്ല, എന്നാൽ മരണവുമില്ല. വലിയ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും തന്നെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. കഠിനമായ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അവർക്ക് പുറത്തു പോകാനും പറ്റില്ല, എന്നാൽ അതിനുള്ളൊരു ജീവിതമുണ്ട് എന്ന് പറയാനും പറ്റില്ല. ആ രൂപത്തിൽ നരകത്തിൽ പാതി വെന്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഖദ് അഫ്ലഹ മൻ തസക്ക എന്നാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിത വിശുദ്ധി ആർജിച്ച ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു. ആ ഭക്തി കൊണ്ട് പരിശുദ്ധി ആർജിച്ച ആളുകൾ അവർ യഥാർത്ഥ വിശ്വാസികളാണ്. അവർ വിജയം വരിച്ചവരാണ്. വദകറ സ്മ റബ്ബിഹി ഫസ്വല്ലാ. അവർ അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ പേര് ഓർത്തുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, നമസ്കാരങ്ങളും നിർബന്ധിത ബാധ്യതകളുമൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് അടുപ്പം കാണിച്ചുകൊണ്ടേയിരിക്കും. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ എന്നാൽ നിങ്ങൾ അഥവാ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് പരലോകത്തെ ധിക്കരിച്ചുകൊണ്ട് ഇഹലോക ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് ധരിക്കുന്ന ആളുകൾ അവർ ബൽ തൂസിറൂനൽ ഹയാത്ത ദുനിയ ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തിന് അവർ മുൻതൂക്കം നൽകുന്നത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ
എന്നാൽ പരലോകം ഖൈർ, ഏറ്റവും ഉത്തമമാണ്. ഇവിടെ ലഭിക്കുന്ന ഒന്നിനും അതിനോട് താരതമ്യം ചെയ്യാവുന്ന ഒന്നും അവിടെ ഇല്ല. അത്രയും പരിശുദ്ധമായ, അത്രയും വലിയ നന്മകളുടെ കൂമ്പാരമാണ്, സ്വർഗമാണ് അവിടെ ലഭിക്കാൻ പോകുന്നത്. അത് ഏറ്റവും മികച്ചതാണെന്ന് മാത്രമല്ല, അബ്ഖ, എന്നെന്നും നിലനിൽക്കുന്നതുമാണ്, ശാശ്വതമാണ്, ഒരിക്കലും തീർന്നു പോവുകയില്ല, നശ്വരമല്ല എന്നർത്ഥം. ഇത് ഇന്നഹാദാ ലഫി സുഹഫിൽ ഊലാ, പൂർവ്വ ഏടുകളിലൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുഹഫി ഇബ്രാഹിം വ മൂസ, പ്രത്യേകം ഇവിടെ എടുത്തു പറയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മൂസ അലൈഹി ഇസ്ലാമിനെയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ പിറന്ന ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കളുടെ മക്കളായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അറബികൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. മാത്രമല്ല, ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ഇവർക്ക് പല തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും അവർക്ക് ധാരണയുണ്ട്. ആ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഏടിലും അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ മാത്രമല്ല, പൂർവ്വ ഏടുകളിലൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരലോകമാണ് ഏറ്റവും മികച്ചത് എന്നും പരലോകത്തെ ജീവിതമാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്നും, അവിടെ മരണമില്ല, അവിടെ സുരക്ഷിതമായ അവസ്ഥയാണ് വിശ്വാസികൾക്കുള്ളത്. നരകമാകട്ടെ അവിശ്വാസികളുടെ ഗേഹമായിരിക്കും, അവരതിൽ ശാശ്വതരായിരിക്കും. പരലോകത്ത് ശാശ്വത സ്വർഗത്തിൽ ഉൾപ്പെട്ട് ഏറ്റവും മികച്ച ജീവിതം നയിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് മരിച്ചുപോയ ആളുകളെയും അള്ളാഹു സ്വർഗാവകാശികളാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.